ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നീ ഉണ്ടല്ലോ അവിടെ, പിന്നെന്തിനാ പ്രാർത്ഥന ഈ ചിണുങ്ങലൊക്കെ? കുറച്ചു നേരം സംസാരിച്ച് ഫോൺ കട്ട് ചെയ്ത് പ്രാർത്ഥന പ്രീതിയെ ഫോൺ വിളിച്ചു. എന്താ പ്രാർത്ഥന, കാര്യം പറ, അർജന്റ് ആണോ എന്ന് ചോദിച്ച് പ്രീതി ഫോൺ അറ്റൻഡ് ചെയ്തു. അത് ഞാൻ വിളിച്ചത്, നീ വരില്ലേ പ്രീതി ഇന്ന്? അമ്മയുടെയും അച്ഛൻ്റെയും ആണ്ടല്ലേ ഇന്ന്? ഇത്രയും പ്രാർത്ഥന ചോദിച്ചപ്പോൾ പ്രീതി പറഞ്ഞു, ഓ അത് ഇന്നായിരുന്നോ? ഞാൻ മറന്നുപോയിരുന്നു. ഞാൻ രാത്രി എത്താം. ദുബായിലാണ്. മോന് ചെറിയൊരു പനിയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൂടി പോകണം. പിന്നെ 4 മണിക്കൂർ കൊണ്ട് ഞാനങ്ങ് എത്തുമല്ലോ. ശരിയടി, ഞാൻ പിന്നെ വിളിക്കാം. ഇത്രയും പറഞ്ഞ് പ്രീതി ഫോൺ കട്ട് ചെയ്തു. അമ്മയുടെയും അച്ഛൻ്റെയും ആണ്ട് ഞാൻ മറക്കാനോ? ഒരിക്കലുമില്ല. എല്ലാം മറന്നതുപോലെ നടക്കുന്നതാ. ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയുള്ള ജീവിതമെന്ന നാടകം. ഉറ്റവരും ഉടയവരുമില്ലാതെ എനിക്ക് എൻ്റെ മോൻ മാത്രമുള്ള ജീവിതം. അമ്മയില്ല, അച്ഛനില്ല. അവസാനം ഭർത്താവും പോയി. ഒറ്റയ്ക്കുള്ള ഈ ജീവിതം. ഇനി എൻ്റെ ആകെയുള്ള പ്രതീക്ഷ നീയാണ് മോനെ ആദിക്കുട്ട. ചെയ്ത തെറ്റ് ഒത്തിരി വലുതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ബന്ധം തന്നെ രണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. എല്ലാം ദൈവനിശ്ചയം. ഇനി ഈ പ്രീതിയുടെ ജീവിതത്തിൽ എനിക്ക് ബാക്കിയുള്ളത് എന്റെ മോനായ നീ മാത്രം. ഇതേ സമയം മത്സ്യലോകത്തിലെയും നാഗലോകത്തിലെയും കൊട്ടാരങ്ങൾ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. മത്സ്യലോകവും നാഗലോകവും അപ്പാടെ നശിച്ചിരിക്കുന്നു. നാഗമാണിക്യം എവിടെയാണെന്നോ ഇന്ദ്രനീലം എവിടെയാണെന്നോ ആർക്കും അറിയില്ല. ഒരു പദവിയും അലങ്കരിക്കാൻ ആളില്ലാതെ മത്സ്യലോകവും നാഗലോകവും ശൂന്യമായ അവസ്ഥയിലാണ്. എപ്പോഴെങ്കിലും തങ്ങൾക്ക് നാഗലോകവും മത്സ്യലോകവും തിരികെ കിട്ടുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. ഇനിയും കുറച്ച് നാഗങ്ങളും മത്സ്യങ്ങളും ബാക്കിയുണ്ട്. നാഗലോകത്തിന്റെ ഗുരുദേവൻ അവശേഷിക്കുന്ന നാഗങ്ങളോട് പറഞ്ഞു, ഒന്നും അവസാനിച്ചിട്ടില്ല. അങ്ങനെ മഹാദേവൻ ഒന്നും അവസാനിപ്പിക്കുകയുമില്ല. ഇവിടെ വരും, പുതിയ അവകാശി എത്തും. എല്ലാം പഴയതുപോലെയാകും. നാഗമാണിക്യവും തിരികെ എത്തും. അതിനി ഒരുപാട് നാളുണ്ടാവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇനി വരുന്ന 28 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകും. അടുത്ത പൗർണമി വരുമ്പോൾ നാഗലോകത്തിൽ അധികാരി ഉണ്ടായിരിക്കും, അത് തീർച്ച. ഇതേ സമയം മത്സ്യലോകത്തിലെ ഗുരുദേവൻ പറയുന്നു, എല്ലാവരും മരിച്ചിരിക്കാം, പക്ഷേ ഇന്ദ്രദേവൻ ഇന്നുമുണ്ട്. അവൻ തീരുമാനിക്കും. ഈ മത്സ്യലോകത്തിന് ജീവൻ വയ്ക്കും. ഇത് പഴയതുപോലെയാകും. ഇവിടെ അവകാശികളെത്തും. അവർക്ക് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പിന് അവസാനമാകാറായി. മത്സ്യലോകത്തിന്റെ ഇന്ദ്രനീലമെന്ന അമൂല്യനിധിയും നമുക്ക് തിരികെ കിട്ടും. എന്തൊക്കെ ഇനി സംഭവിച്ചാലും ശരി തന്നെ. എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം പഴയതുപോലെ തിരികെ ലഭിക്കും. കാലത്തിന്റെ ഗതി പഴയതുപോലെയാകും. ഇനി അതിനുള്ള കാത്തിരിപ്പാണ്. വർഷം 5 കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഋഷിയുടെയും പ്രതയുടെയും പ്രാർത്ഥനയുടെയും പ്രീതിയുടെയും എല്ലാം ജീവിതം അപ്പാടെ മാറി. ചിലർ മരിച്ചു, ചിലർ വിവാഹിതരായി, ചിലർ വിവാഹമോചിതരായി, മറ്റു ചിലർ മത്സ്യങ്ങളും നാഗങ്ങളുമായി മാറി, ചിലർ മനുഷ്യരായി മാറി. ചിലർക്ക് ദേഷ്യം, ചിലർക്ക് മക്കളുമായി, മറ്റു ചിലർക്ക് മക്കളില്ലാതെയായി. സ്വസ്ഥമായതും എന്നാൽ സ്വസ്ഥതയില്ലാത്തതുമായ ഒരു ജീവിതം. അമ്മ ഇവിടെ ഇല്ലേ? അച്ഛനില്ലെങ്കിൽ എന്താ? തൊട്ടു പോകരുത് എന്റെ മോനെ. ഇവനിൽ നിങ്ങൾക്കൊരു അവകാശവുമില്ല. എന്റെ മക്കൾ 2 പേരെയും എനിക്ക് വേണം. മിസ്റ്റർ രഘുവീർ, 2 അടി അകലം പാലിക്കണം എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ. ഇനിയും ഒന്നും നിങ്ങൾക്ക് മറക്കാറായില്ലേ? മറക്കണ്ട രഘുവീർ, മത്സ്യകന്യകയാണ് ഞാൻ. അവളെപ്പോലൊരു വിഷ മത്സ്യകന്യകയുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണ്. പ്രാർത്ഥന, എവിടെ എന്റെ മോള്? അവളെ എനിക്ക് കാണണം. അവളുടെ കൂടെ പുതിയൊരു ജീവിതം നയിക്കാൻ പറ്റില്ല. എന്റെ മനസ്സ് നിറയെ പ്രതനയാണ്.